ഗുഡ് മോർണിംഗ് ഓൺ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് എൻ ഒബ്ജക്റ്റ് വിതൗട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുപയോഗിക്കുന്നത് നമ്മളെന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിമോട്ട് സെൻസിങ് പഠിക്കുകയാണെങ്കിൽ വി ഹാവ് ടു നോ അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എന്ന് നോക്കാം. It is the energy propagated in the form of an advancing interaction between electric and magnetic field. അപ്പോൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷൻ വഴി ഉണ്ടാവുന്ന റേഡിയേഷൻസിനെ അല്ലെങ്കിൽ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദി വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ it is the velocity of light. Velocity of light എത്ര വരുന്നത്, ഇറ്റ് ഈസ് 3 × 10⁸ m/s ആണ്. ഇനി അതിൽ വരുന്ന റേഡിയേഷൻസ് ആണ് വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, ഹീറ്റ് വേവ്സ്, റേഡിയോ വേവ്സ്, എക്സ്റേസ്. ഇതൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഈസ് എക്സ്പ്രസ്ഡ് can be expressed either in terms of frequency or wavelength of radiation. അപ്പോൾ നമ്മൾ സാധാരണ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിനെ എക്സ്പ്രസ് ചെയ്യുന്നത് either in terms of wavelength or in terms of frequency ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, E=hc/λ അല്ലെങ്കിൽ hcf ആണ്. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഹാസ് എ വാല്യൂ ഓഫ് 6.626 × 10⁻34 ജൂൾസ് സെക്കൻഡ് ആണ്. സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് 3 × 10⁸ m/s ലാംഡ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വേവ് ലെങ്ത്. സാധാരണ മൈക്രോമീറ്ററിലൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻6 മീറ്റർ ആണ്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീക്വൻസി ആണ്, ദാറ്റ് ഈസ് ഹെഡ്സ് 1/s ആണ് എന്ത് വരുന്നത്, ഫ്രീക്വൻസി വരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ക്വാണ്ടം ഓഫ് എനർജി ക്യാൻ ബി പ്ലോട്ടഡ് ആസ് എ ഫങ്ഷൻ ഓഫ് വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി ആൻഡ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സ്പെക്ട്രം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സ്പെക്ട്രം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ലാംഡ ഓർ ഫ്രീക്വൻസി. നമ്മൾ വേവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ടോ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്ന പേരാണെന്ത്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ്ങിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്. ഇനി ഓൾ മാറ്റേഴ്സ് റിഫ്ലക്റ്റ്, എമിറ്റ് ഓർ റേഡിയേറ്റ് a range of electromagnetic energy depending upon the material characteristics. In remote sensing, it is the measurement of electromagnetic radiation reflected or emitted from an object is used to identify the target and to infer its properties. ഇപ്പോൾ റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ മെറ്റീരിയലിനും എന്തുണ്ട്, അതിൻ്റെ യുണീക്കായിട്ടുള്ള റിഫ്ലക്ഷൻ അല്ലെങ്കിൽ എമിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഈ ഒരു യുണീക്ക് റിഫ്ലക്റ്റൻസ് ഓർ എമിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക് ടുവാർഡ്സ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ദിസ് യുണീക്ക് റിഫ്ലക്റ്റൻസ് ഓർ എമിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് ലാംഡ. ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സ്പെക്ട്രം നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ നമ്മൾ ഓൺ
ലാംഡനെ ബേസ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റിൽ വരുന്നത് ലാംഡ കുറവായിട്ടുള്ള, ദാറ്റ് ഈസ് വേവ് ലെങ്ത് കുറവുള്ള റേസാണ്. ഇവിടെ വരുന്നത് വേവ് ലെങ്ത് കൂടിയ റേസ്. അപ്പോൾ ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് വരുന്നത് റേഡിയോ വേവ്സിനൊക്കെയാണ്, കുറവ് വരുന്നത് ഗാമ റേസ് ആണ്. ഇതാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം 0.4 ഒക്കെ വരുന്ന മൈക്രോമീറ്റർ ഒക്കെ വരുന്നതാണ്. ദാറ്റ്സ് വിബ്ജിയോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, അതാണ് നമ്മളെ വിസിബിൾ സ്പെക്ട്രം വരുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് റിമോട്ട് സെൻസിങ്, എങ്ങനെയാണ് റിമോട്ട് സെൻസിങ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ഓർ എമിറ്റ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് എനർജി ഇൻ ഡിഫറെൻറ്റ് ബാൻഡ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ദ എമൗണ്ട് ഓഫ് എനർജി reflected or emitted depends on the properties of both the material and the incident energy. That is, the properties of incident energy means the angle of incidence, intensity and wavelength. Detection and discrimination of object or surface features is done through the uniqueness of the reflected or emitted electromagnetic radiation from the object. അപ്പോൾ നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കുന്നത് ബേസ്ഡ് ഓൺ ദി റിഫ്ലക്റ്റൻസ് ഓർ എമിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ടുവാർഡ്സ് എ സെർട്ടൈൻ ബ്രാൻഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഒരു പ്രത്യേക ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു സർഫസിൽ ഇൻസിഡൻ്റ് ചെയ്താൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റെ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എമിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സും വ്യത്യാസങ്ങളുണ്ട്. ഈ യുണീക്ക്നെസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണെന്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് റിമോട്ട് സെൻസിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ റിഫ്ലക്റ്റൻസ് ഓർ എമിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇൻസിഡൻറ്റ് എനർജി. ദാറ്റ് ഈസ് അതിൻ്റെ ആംഗിൾ ആവാം, ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ആവാം, ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ആവാം, വേവ് ലെങ്ത്, ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസിഡൻറ്റ് എനർജി വരുന്നത്. ഇനി എ ഡിവൈസ് ടു ഡിറ്റക്ട് ദിസ് റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഫ്രം എൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് സെൻസർ. അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്തിരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഡിവൈസിന് പറയുന്ന പേരാണെന്ത്, സെൻസർ എന്ന് പറയുന്നത്. വെഹിക്കിൾ യൂസ് ടു ക്യാരി സെൻസർ ഈസ് കോൾഡ് പ്ലാറ്റ്ഫോം. ഈ സെൻസറിനെ ക്യാരി ചെയ്യുന്ന വെഹിക്കിളിന് പറയുന്ന പേരാണെന്ത്, പ്ലാറ്റ്ഫോം. സാധാരണ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഒക്കെയാണ് പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കാറുള്ളത്. ഇനി മെയിൻ സ്റ്റേജസ് ഇൻ റിമോട്ട് സെൻസിങ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എമിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ദാറ്റ് ഈസ് സൺ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് സോഴ്സ് ലൊക്കേറ്റഡ് ഓൺ ദി പ്ലാറ്റ്ഫോം. ഒന്ന് സണ്ണിൽ നിന്നാവാം, സണ്ണിൽ നിന്ന് വരുന്നത് നമ്മൾ വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്ന് അൾട്രാ വയലറ്റ് റേസ് ഒക്കെ വരുന്നുണ്ട്, അതൊരു സോഴ്സാണ്. അല്ലെങ്കിൽ സാധാരണ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ സോഴ്സ് നമ്മൾ സാറ്റലൈറ്റിലൊക്കെ വെക്കുന്ന ആർട്ടിഫിഷ്യൽ സോഴ്സും വെക്കാറുണ്ട്. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഫ്രം സോഴ്സ് ടു ദി ഒബ്ജക്റ്റ്. സോഴ്സിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ട്രാൻസ്മിഷൻ. അബ്സോർപ്ഷൻ ആൻഡ് സ്കാറ്ററിങ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വൈൽ അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്. അവിടെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ സ്കാറ്ററിങ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് ദി ഒബ്ജക്റ്റ് ആൻഡ് സബ്സിക്വൻറ്റ് റിഫ്ലക്ഷൻ ഓർ എമിഷൻ. ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് നമ്മൾ എമിറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യും, ആ സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇൻ്ററാക്റ്റ് ചെയ്യും. അതൊന്നെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും, അബ്സോർബ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇൻ്ററാക്ഷൻ. ഡി വരുന്നത് ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഫ്രം ദി ഒബ്ജക്റ്റ് ടു ദി സെൻസർ. സെൻസറിലോട്ടുള്ള ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മൾ ആദ്യം സോഴ്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു, അത് ഇൻ്ററാക്ട് ചെയ്യുന്ന റിഫ്ലക്ഷൻ അല്ല അബ്സോർപ്ഷനൊക്കെ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, തിരിച്ചെന്ത് ചെയ്യും, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി സെൻസേഴ്സ്. അപ്പോൾ റെക്കോർഡിംഗ് ഓഫ് എനർജി ബൈ ദി സെൻസർ, ഫോട്ടോഗ്രാഫിക് ഓർ നോൺ ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സ് ഉണ്ട്. ട്രാൻസ്മിഷൻ ഓഫ് റെക്കോർഡഡ് ഇൻഫോർമേഷൻ ടു ദി ഗ്രൗണ്ട്. അപ്പോൾ സെൻസർ
റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. പ്രോസസ്സിങ് ഓഫ് ദി ഡാറ്റ ഇൻ ടു ദി ഡിജിറ്റൽ ഓർ ഹാർഡ് കോപ്പി ഇമേജ്, അതൊരു ഇമേജ് ആയിട്ട് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തെടുക്കും. ദെൻ അനാലിസിസ് ഓഫ്, ആ ഇമേജ് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യുക. റിമോട്ട് സെൻസ് ചെയ്തിട്ടുള്ള ഇമേജ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് മെയിൻ സ്റ്റേജസ് ഓഫ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടാവും. സോഴ്സ് ഒന്നെങ്കിൽ സാധാരണ സണ്ണ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ആക്റ്റീവ് സോഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഈ ആക്റ്റീവ് സോഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യും. എന്നിട്ട് ഈ സർഫസിൽ ഇവിടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നമ്മൾ സ്കാറ്ററിങ്ങും അബ്സോർപ്ഷനൊക്കെ നടക്കാറുണ്ട്. പിന്നെ എന്ത് ചെയ്യും, ഇത് സർഫസിൽ ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്. സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് തന്നെ പോവാം. അപ്പോൾ ഇത് ബാക്കി റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, നേരെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ എത്തും, സെൻസർ സെൻസ് ചെയ്യും, റെക്കോർഡ് ചെയ്യും. സെൻസർ സെൻസ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ഗ്രൗണ്ട് സ്റ്റേഷന് ആ സെൻസർ സെൻസ് ചെയ്തിട്ടുള്ള ഡാറ്റ ഒരു ഇമേജ്, റിമോട്ട് സെൻസ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, പ്രോസസ്സ് ചെയ്തെടുക്കും. ഈ ഇമേജ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഇമേജിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ, ഈ ഒരു സർഫസ് പ്രോപ്പർട്ടിയുടെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റേജസ് ഓഫ് റിമോട്ട് സെൻസിങ് വരുന്നത്. ഇനി പാസീവ് ഓർ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, രണ്ട് തരം റിമോട്ട് സെൻസിങ് ഉണ്ട്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, റിമോട്ട് സെൻസിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് പാസീവ് or active remote sensing. In the case of passive remote sensing, source of energy is that naturally available such as sun. അപ്പോൾ പാസീവ് റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ സോഴ്സ് എന്താണ്, ഇറ്റ് ഈസ് നാച്ചുറൽ ആണ്, ലൈക്ക് സൺ. മോസ്റ്റ് ഓഫ് ദി റിമോട്ട് സെൻസിങ് സിസ്റ്റം വർക്ക് ഇൻ പാസീവ് മോഡ് യൂസിങ് സോളാർ എനർജി ആസ് ദി സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ എല്ലാ സാധാരണ അധികവും ഉപയോഗിക്കുന്നത് സൺ ആസ് സോഴ്സ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സോളാർ എനർജി റിഫ്ലക്റ്റഡ് ബൈ ടാർജറ്റ് അറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത് ബാൻഡ്സ് ആർ റെക്കോർഡഡ് യൂസിങ് സെൻസേഴ്സ് ഓൺ ബോർഡ് എയർബോൺ ഓർ സ്പേസ് ബോൺ പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ സ്പേസിലൊക്കെ വെച്ചിട്ടുള്ള എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ സാറ്റലൈറ്റിലൊക്കെ വെച്ചിട്ടുള്ള സെൻസർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ സെൻസേഴ്സ് എന്ത് ചെയ്യും, സെൻസ് ചെയ്യും. ഇൻ ഓർഡർ ടു എൻഷുർ ദ ആംബിൾ സിഗ്നൽ സ്ട്രെങ്ത് റിസീവ്ഡ് അറ്റ് സെൻസർ, വേവ് ലെങ്ത് എനർജി ബാൻഡ്സ് capable of traversing through the atmosphere without significant loss through the atmosphere direction are generally used in remote sensing. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻറ്റ് ലോസ്, ട്രാൻസ്മിഷൻ സമയത്ത് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഇല്ലാത്ത ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത്. എനി ഒബ്ജക്റ്റ് വിച്ച് ഈസ് അറ്റ് ടെമ്പറേച്ചർ എബവ് 0 degree Kelvin emits some radiation which is approximately equal to the 4th power of temperature of the object. Thus the earth also emits some radiation since its ambient temperature is about 300 degree Kelvin. Passive sensors can also be used to measure the earth's radiance, but they are not very popular as the energy content is very low. ഇപ്പോൾ 0 degree Kelvin മുകളിലുള്ള ഏതൊരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, സെർട്ടൈൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യും. അപ്പോൾ എർത്തും അതെന്താണ്, ഒരു 300 degree Kelvinനേക്കാളും കൂടുതലാണ് എർത്തിൽ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ എർത്തിൽ ടെമ്പറേച്ചർ ആ ഒരു ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് സർഫസുകളും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഡിയേഷനെ നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കാം. പക്ഷേ ഇതെന്താണ്, വീക്ക് റേഡിയേഷൻസ് ആയതുകൊണ്ട്, അതിൻ്റെ എനർജി കണ്ടൻറ്റ് വളരെ ലോ ആയതുകൊണ്ട് സാധാരണ എന്ത് ചെയ്യാറില്ല, എർത്ത് നിന്നുള്ള എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇൻ കേസ് ഓഫ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, energy is generated and sent from the remote sensing platform towards the targets. ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവും. അതാണ് എന്ത് ചെയ്യുക, ടാർജറ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ എനർജി റിഫ്ലക്റ്റഡ് ബാക്ക് ഫ്രം ദി ടാർജറ്റ് ആർ റെക്കോർഡഡ് യൂസിങ് സെൻസേഴ്സ് ഓൺ ബോർഡ് ദ റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോം. മോസ്റ്റ് ഓഫ് ദി മൈക്രോവേവ് റിമോട്ട് സെൻസിങ് ഇസ് ഡൺ ത്രൂ ദി ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. മൈക്രോവേവ്സ്
മൈക്രോവേവ്സ് ആണ് സാധാരണ നമ്മൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൽ എന്ത് ഉപയോഗിക്കാറുള്ളത്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ആസ് എ സിമ്പിൾ അനലോഗി, passive remote sensing is similar to taking a picture with the ordinary camera, whereas active remote sensing analogous to the picture with the camera built-in flash. അപ്പോൾ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു ക്യാമറ വെച്ചിട്ട്, ഫ്ലാഷ് ഇല്ലാത്തൊരു ക്യാമറ വെച്ചിട്ട് ഒരു പിക്ചർ എടുക്കുന്നതാണ് എന്ത്, പാസീവ് റിമോട്ട് സെൻസിങ്. അതിൽ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, സണ്ണിൽ നിന്ന് ആ ഒരു സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ് പിക്ചർ എടുക്കുന്നത്. പക്ഷേ ഈ രാത്രിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറ്, സണ്ണിൽ നിന്ന് കിട്ടാത്ത സമയത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഫ്ലാഷ് ലൈറ്റ് ആഡ് ചെയ്യും. അപ്പോൾ അതൊരു ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. അങ്ങനെ പിക്ചർ എടുക്കുന്നത് ഇറ്റ് ഈസ് അനലോഗസ് ടു ദി ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇതാണ് ഒരു ആക്റ്റീവും പാസീവിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. സണ്ണ് സോഴ്സായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പാസീവ്. ഇനി നമ്മൾ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു സോഴ്സ് വെച്ചിട്ട് അതിലോട്ട് തന്നെ നമ്മൾ സെൻസർ വെച്ചിട്ട് സെൻസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ മുന്നേ ക്ലാസ്സുകളൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക കാര്യങ്ങളൊക്കെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.